ഹായ് ഗായ്സ്, ഞാൻ ഡോക്ടർ ബിലാൽ ഫ്രം എഡ്യൂപോർട്ട്. ഈ ലോകത്ത് ഒരുപാട് മനുഷ്യരുണ്ടല്ലേ. സം ആർ സക്സസ്ഫുൾ ആൻഡ് സം ആർ നോട്ട്. ഈ ലോകത്ത് ഏറ്റവും സക്സസ്ഫുള്ളായ മനുഷ്യർക്കും നമുക്കൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം എന്താ? ദാറ്റ്സ് ടൈം. 24 ഹവേഴ്സ് എ ഡേ. ഈ സമയത്ത് കൃത്യമായി ഉപയോഗപ്പെടുത്താൻ പറ്റിക്കഴിഞ്ഞാൽ യു ക്യാൻ ബി സക്സസ്ഫുൾ ആൻഡ് അതർവൈസ് ഐ ഡോണ്ട് നോ. ആൻഡ് യഥാർത്ഥത്തിൽ എന്താ മക്കളെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗോൾസ് അച്ചീവ് ചെയ്യാൻ പറ്റുക, അതിൻ്റെ കൂടെ ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് അല്ലേ. നമ്മുടെ ഗോൾസ് ഒരു പക്ഷേ നീറ്റിൽ ഏറ്റവും മികച്ച റാങ്ക് കിട്ടുകയോ അല്ലെങ്കിൽ ഏറ്റവും മികച്ച IIT-യിൽ അഡ്മിഷൻ ലഭിക്കുകയോ +2-ൽ ടോപ്പ് മാർക്ക് കിട്ടുന്നതോ, ആ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള ഒരേ ഒരു കാര്യം എന്ന് പറയുന്നത് ടൈം കൃത്യമായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ സ്റ്റഡി പ്ലാൻസിനെ കുറിച്ചും പഠനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ കുട്ടികൾ സ്ഥിരമായിട്ട് പറയുന്ന ഒരു പ്രശ്നമാണ്, സാറേ ഞങ്ങൾക്ക് സ്കൂളുണ്ട് ആൻഡ് സ്കൂൾ വിട്ട് വന്നാൽ ഒന്നിനും സമയം കിട്ടുന്നില്ല, സോ സമയമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് സ്റ്റഡീസിനോട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. സോ ഐ തോട്ട് ലെറ്റ്സ് മേക്ക് എ വീഡിയോ അബൌട്ട് ടൈം മാനേജ്മെൻറ്റ്. ടൈം മാനേജ്മെൻറ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം നമുക്ക് ലഭിക്കുന്ന ഫിക്സ്ഡ് ടൈമിനെയും ഫ്ലെക്സിബിൾ ടൈമിനെയും കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഈ ഫിക്സ്ഡ് ടൈം? ലുക്ക്, എവറി ഡേ നമുക്ക് സ്കൂളിലോ നമ്മുടെ കോച്ചിങ് സെൻറ്റേഴ്സിലോ ഒക്കെ ക്ലാസ് ഉണ്ടാകും അല്ലേ. സോ ഇപ്പോൾ സാധാരണ ഒരു കേരളത്തിലെ +1 +2 ക്ലാസ്സസിൻ്റെ സ്കെഡ്യൂൾ നോക്കുമ്പോൾ ഒരു രാവിലെ 9 to 4 എവറി ഡേ യു ആർ ഹാവിങ് ക്ലാസ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു ട്രാവലിന് വേണ്ടി ഒരു 2 hour കൂടെ ആഡ് ചെയ്താൽ 9 മണിക്കൂർ മിനിമം നമുക്ക് ഈ ഒരു സ്കൂൾ പർപ്പസിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നുണ്ട്. ആൻഡ് എല്ലാ ദിവസവും നമ്മൾ 6 hour ഉറങ്ങണം. ബിലീവ് മീ, ആ 6 hour യു കാൺ ചേഞ്ച്. ഓക്കെ, അപ്പോൾ അതുകൂടെ ആഡ് ചെയ്യുമ്പോൾ 15 മണിക്കൂർ ഇറ്റ്സ് യുവർ ഫിക്സ്ഡ് ടൈം. ഓക്കെ, ബാക്കി ഇനി 24-ൽ 9 മണിക്കൂർ നിങ്ങൾക്കുണ്ട്. ഈ 9 മണിക്കൂറിൻ്റെ ഉള്ളിൽ യു ഹാവ് ടു ഡു മെനി സ്റ്റെപ്സ്. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് ഒരുപാട്. ആൻഡ് യെസ്, കുറേയൊക്കെ TV കാണേണ്ടി വരും, ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങേണ്ടി വരും, കളിക്കാൻ പോകേണ്ടി വരും, ആൻഡ് ഓഫ് കോഴ്സ് വാട്സപ്പ് ആൻഡ് ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യേണ്ടി വരും. ശരി, ഇറ്റ്സ് ഫൈൻ. ഇതിനെല്ലാം കൂടി നിങ്ങൾക്ക് 9 മണിക്കൂറുണ്ട്. ഈ കിട്ടുന്ന 9 മണിക്കൂറിനെ കൃത്യമായിട്ട് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടതുണ്ട്. സോ വാട്ട്സ് യുവർ പ്രയോറിറ്റി? പഠിക്കുന്നതാണോ, ഇൻസ്റ്റാഗ്രാം നോക്കുന്നതാണോ, അല്ലെങ്കിൽ TV കാണുന്നതാണോ? വെൻ യു ആസ്ക് മീ, ഞാൻ ഒരു കാര്യം ചെയ്യുന്നു, ആ ചെയ്യുന്ന കാര്യം നാളെയും കൂടെ എൻ്റെ ലൈഫിനെ ഹാപ്പി ആക്കുമെങ്കിൽ, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാതിരിക്കുന്നത് കൊണ്ട് എനിക്ക് എൻ്റെ ജീവിതകാലം മുഴുവൻ റിഗ്രറ്റ് ഉണ്ടാവുമെങ്കിൽ ആ കാര്യമായിരിക്കും എൻ്റെ പ്രയോറിറ്റി. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഇന്ന് TV കണ്ടു, ഓക്കെ, നിങ്ങൾക്ക് ഇന്ന് ഹാപ്പിനെസ് കിട്ടും. ബട്ട് നാളെ അതുകൊണ്ട് ഹാപ്പിനെസ് കിട്ടുമോ? ഇന്ന് TV കണ്ടതുകൊണ്ട്, ഇന്ന് ഫ്രണ്ട്സിന് കൂടെ കറങ്ങി നടന്നു, അല്ലെങ്കിൽ ഇന്ന് വാട്സപ്പ് സ്ക്രോൾ ചെയ്തു, നാളെ അതുകൊണ്ട് ഹാപ്പിനെസ് കിട്ടുമോ? ഓക്കെ, എനിക്കറിയാം നിങ്ങൾ പറയാൻ പോകുന്നത്, സാർ വി ആർ ക്രിയേറ്റിംഗ് മെമ്മറീസ്. ഓക്കെ, ദെൻ ലെറ്റ് മീ ആസ്ക് യു, ഡസ് മെമ്മറീസ് മേക്ക് യു സേഫ്? ഈ മെമ്മറീസ് നിങ്ങളുടെ ഫ്യൂച്ചറിനെ സേഫ് ആക്കുമോ? നോ, ഡെഫിനറ്റ്ലി നോട്ട്. സോ ദ ഫസ്റ്റ് പ്രയോറിറ്റി, നിങ്ങളുടെ ഫ്യൂച്ചറിനെ സേഫ് ആക്കാൻ, നിങ്ങൾ ആജീവനാന്തമുള്ള നിങ്ങളുടെ റിഗ്രറ്റിനെ ഒഴിവാക്കാനുള്ള ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് പഠനം തന്നെ ആയിരിക്കണം. പക്ഷേ ഇതിനർത്ഥം പഠനം മാത്രമാവണമെന്നല്ല. നിങ്ങളുടെ പ്രയോറിറ്റി ഷുഡ് ബി സ്റ്റഡി. ആൻഡ് അതേ സമയത്ത് നിങ്ങളുടെ ബാക്കി എല്ലാ കാര്യങ്ങൾക്കും സമയം കണ്ടെത്തണം. സോ ഇൻ മൈ ഒപ്പീനിയൻ ഞാൻ പറയുന്നു, എല്ലാ ദിവസവും ഒരു 2 hour യു ഗീവ് ഫോർ യുവർ പേഴ്സണൽ സ്റ്റെപ്സ്. ആ സമയത്ത് നിങ്ങൾക്ക് കളിക്കാം, നിങ്ങൾക്ക് TV കാണാം, നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാം. ദാറ്റ്സ് യുവർ ചോയ്സ്. ഓക്കെ, ആൻഡ് ഒരു 1 hour എല്ലാ ദിവസവും നിങ്ങൾ, ഐ എം കോളിങ് ഇറ്റ് എസ് എ ബഫർ ടൈം, നിങ്ങൾ ഫ്രീ ആയിട്ടുള്ളൊരു 1 hour വേറെയും എടുത്തോ. അങ്ങനെയും മാറ്റി വെച്ചാൽ 6 hour, അറ്റ്ലീസ്റ്റ് 6 hour എവറി ഡേ യു ഗെറ്റ് ഫോർ യുവർ സ്റ്റഡീസ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, മേക്ക് യുവർ പ്ലാൻസ് റിയലിസ്റ്റിക്. ദാറ്റ് ഈസ്, ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു ആൻഡ് യു ഗോട്ട് 6 hours എവറി ഡേ. 6 മണിക്കൂർ നിങ്ങൾക്ക് പഠിക്കാൻ ലഭ്യമാണ് അല്ലേ. അതിനകത്ത് പക്ഷേ നിങ്ങൾക്ക് എല്ലാ ദിവസവും സ്കൂളിലേക്ക് ഒരു പക്ഷേ അസൈൻമെൻറ്റ്സ് അല്ലെങ്കിൽ റെക്കോർഡ്സ്, നോട്ട് സബ്മിഷൻ, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ടാവും, നോട്ട്സ് എഴുതാനൊക്കെ ഉണ്ടാവും. അതിനുവേണ്ടി നിങ്ങളൊരു 2 മണിക്കൂർ മാറ്റി വെച്ചോ. ആൻഡ് അങ്ങനെ മാറ്റി വെച്ചാലും 4 മണിക്കൂർ ബാക്കിയുണ്ട്. ആൻഡ് ഓരോ ആഴ്ചയിലും 7 ദിവസം ഉണ്ടല്ലോ. ഈ 7 ദിവസത്തിലെ 6 ദിവസം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തോളൂ. 6 × 4 യു ഗോട്ട് 24 hours. ഈ 24 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്കൊരാഴ്ചയിൽ എത്ര ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ പറ്റും? ഉദാഹരണത്തിന് നിങ്ങൾക്കിപ്പോൾ 6 മണിക്കൂർ കൊണ്ടൊരു ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു കാൽക്കുലേഷൻ വെച്ച് ഒരാഴ്ചയിൽ 4 ചാപ്റ്റർ യു ക്യാൻ സ്റ്റഡി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഫിസിക്സിൽ ഒരു 1 dimensional മോഷൻ, കെമിസ്ട്രിയിൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലാർ സ്ട്രക്ചർ, ബയോളജിയിൽ ആനിമൽ കിങ്ഡം, ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. ഓക്കെ, 4 chapters. അങ്ങനെ നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന 24 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ വെച്ച് നിങ്ങൾക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന 4 chapters നിങ്ങൾ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന 3 chapters നിങ്ങൾ സെലക്ട് ചെയ്യുക. ലുക്ക്, നിങ്ങൾ ഓരോരുത്തരും ഡിഫറെൻ്റ് ആണ്. എനിക്ക് പഠിച്ചു തീർക്കാൻ പറ്റുന്ന അതിനപ്പുറം ചിലപ്പോൾ നിങ്ങൾക്ക് പറ്റുമായിരിക്കാം.
അല്ലെങ്കിൽ നിങ്ങൾ 6 മണിക്കൂർ കൊണ്ട് പഠിച്ചു തീർക്കുന്നത് മറ്റൊരാൾക്ക് 3 മണിക്കൂർ കൊണ്ട് പറ്റുമായിരിക്കാം. സോ എവ്രി വൺ ഈസ് ഡിഫറെൻറ്റ്. മറ്റൊരാളുടെ ടൈം ടേബിളോ മറ്റൊരാളുടെ പാറ്റേണോ നിങ്ങൾ തുടരേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് നിങ്ങളെക്കുറിച്ച് അറിയാമല്ലോ. അപ്പോൾ നിങ്ങളുടെ എബിലിറ്റി ബേസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എത്ര ചാപ്റ്റർ ഈ ഒരു 6 ദിവസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റും, ആ രീതിയിൽ ഓരോ വീക്കിലേക്കും നിങ്ങൾ പഠിച്ചു തീർക്കാനുള്ള ഒരു ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുക. ആദ്യത്തെ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം ടേബിൾ ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ, നിങ്ങളുടെ ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ, ഓഫ് കോഴ്സ് നിങ്ങളുടെ മോട്ടിവേഷൻ നഷ്ടപ്പെടും ആൻഡ് ടൈം ടേബിൾ മൊത്തം പാളിപ്പോവും. സോ ദ തിങ് ഈസ് മേക്ക് റിയലിസ്റ്റിക് പ്ലാൻ ആൻഡ് സ്റ്റിക്ക് ഓൺ ടു ദാറ്റ്. ഇനി അടുത്ത ചോദ്യം, സാർ എപ്പോഴാണ് പഠിക്കേണ്ടത്? ഈസ് ഇറ്റ് അറ്റ് ലേറ്റ് നൈറ്റ് ഓർ ഏർലി മോർണിംഗ്? വാട്ട് ഇസ് ദ എക്സാക്ട് ടൈം? ലുക്ക്, ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ വൈകിട്ട് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ഭയങ്കര എക്സോസ്റ്റഡ് ആവില്ലേ, നമ്മൾ ഭയങ്കര ടയേർഡ് ആയിരിക്കും അല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് ചാടി കയറി കുളിച്ച് പഠിക്കാൻ വേണ്ടി പുസ്തകത്തിന് മുന്നിൽ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഐ തിങ്ക് ഇറ്റ്സ് ബിറ്റ് ഡിഫിക്കൽട്ട്. സോ നിങ്ങളുടെ പേഴ്സണൽ സ്റ്റെപ്സിനുള്ള സമയം നിങ്ങൾക്ക് കളിക്കാനോ പാട്ട് കേൾക്കാനോ സിനിമ കാണാനോ അല്ലെങ്കിൽ ഓഫ് കോഴ്സ് ദിസ് സ്ക്രോളിംഗ് സ്റ്റെപ്സ് വാട്ട് എവർ ബീറ്റ്, അതിനുള്ള സമയം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വൈകിട്ടാക്കുന്നതാണ് നല്ലത്. കാരണം അത് രണ്ട് രീതിയിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഒന്ന്, നിങ്ങളുടെ പേഴ്സണൽ സ്റ്റെപ്സിന് ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു സമയം കിട്ടും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഈ ഒരു എക്സോഷനിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒന്ന് എനർജി ബിൽഡപ്പ് ചെയ്യാൻ നിങ്ങളുടെ ഈ പേഴ്സണൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ചെയ്യുന്നത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ഒരു പീരീഡ് വൈകിട്ടത്തേക്ക് മാറ്റി വെക്കുക. അപ്പോൾ ഒരു 5 മണിക്ക് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒരു 7 ആകുന്നത് വരെ നിങ്ങൾക്ക് ഈ കാര്യങ്ങളിലൊക്കെ ഏർപ്പെടാം. അങ്ങനെ ഒരു 7 യു സ്റ്റാർട്ട് സ്റ്റഡി. അങ്ങനെ ഒരു 7 to 11 PM ഉറപ്പായിട്ടും എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കുക. എന്നിട്ടൊരു 11 നിങ്ങൾ ഉറങ്ങിയിട്ടൊരു 5 എണീക്കുക. 5 എണീറ്റാൽ ഒരു 5:30 അടുത്ത പഠനം സ്റ്റാർട്ട് ചെയ്യുക. 5:30 to 7:30 2 മണിക്കൂർ പഠിക്കുക. ഇങ്ങനെ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് 6 അവർ കിട്ടും. ആൻഡ് ലുക്ക്, ഏർലി മോർണിംഗ് സ്റ്റഡിയുടെ ഇമ്പോർട്ടൻസ് റീസെൻറ്റ് സൈക്കോളജിക്കൽ പഠനങ്ങളൊക്കെ പറയുന്നത്, നമ്മുടെ തലച്ചോറിൽ ഏറ്റവും കൂടുതൽ ഡോപ്പാമിൻ റിലീസ് ചെയ്യുന്ന പീരീഡ് എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ആണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റഡ് ആയിട്ട് നിർത്താൻ പറ്റുന്ന പീരീഡ് ഏർലി മോർണിംഗ് ആണ്. ഏർലി മോർണിംഗ് സ്റ്റഡീസിനെ കുറിച്ചും ഏർലി മോർണിംഗ് ഹാബിറ്റ്സിനെ കുറിച്ചുള്ള ഒരുപാട് പുസ്തകങ്ങൾ തന്നെ അവൈലബിൾ ആണ്. ആൻഡ് ഇൻ മൈ പേഴ്സണൽ ഒപ്പീനിയൻ, ഞാനൊരു ആദ്യമൊക്കെ രാവിലെ കുറച്ച് ലേറ്റായിട്ട് എണീക്കുന്ന പ്രവണതയുള്ള ഒരാളായിരുന്നു. ആൻഡ് എൻ്റെ ഒരു പ്രശ്നം, ഞാൻ എപ്പോഴും ലേറ്റായിട്ട് എണീക്കുമ്പോൾ എനിക്കൊരു ദിവസത്തിൽ ഒന്നിനും സമയം കിട്ടാത്ത അവസ്ഥയായിരുന്നു. ബട്ട് ഞാൻ നേരത്തെ എണീക്കാൻ തുടങ്ങിയപ്പോൾ രാവിലെ നമുക്ക് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യാനില്ല എണീറ്റാൽ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഭയങ്കര ഫ്രഷ് ആയിട്ടായിരിക്കും എണീക്കുന്നത്. അപ്പോൾ ഈ കാര്യം നമ്മുടെ പഠനവും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഭയങ്കര രസകരമായിട്ട് നമുക്ക് ആ ഒരു സമയത്ത് ചെയ്യാൻ സഹായിക്കും. ഇനി നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യങ്ങളിൽ ഏറ്റവും ഡിഫിക്കൽട്ടുള്ള, നിങ്ങൾക്ക് പഠിച്ചു തീർക്കാനുള്ളതിൽ ഏറ്റവും ഡിഫിക്കൽട്ടുള്ള കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഏർലി മോർണിംഗിൽ ചെയ്യുന്നത് എന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം നമ്മളൊരു ദിവസം കുറേ കാര്യം ചെയ്തു തീർക്കാനുണ്ട്. അതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യമാണ് നമ്മൾ ആദ്യം ചെയ്തു തീർക്കുന്നതെങ്കിൽ പിന്നീടുള്ളതെല്ലാം നമുക്ക് ഭയങ്കര ഈസി ആവും. അതേസമയത്ത് നമ്മൾ ഈസി ആയിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യുകയും ഡിഫിക്കൽട്ടിനെ അവസാനത്തേക്ക് മാറ്റി വെക്കുകയും ചെയ്യുമ്പോൾ റിയലി നമ്മുടെ ഏറ്റവും എനർജി കുറഞ്ഞ സമയത്തേക്ക് ഏറ്റവും ഡിഫിക്കൽട്ട് കാര്യം മാറ്റി വെക്കുമ്പോൾ എന്താ സംഭവിക്കുക? നമുക്ക് നന്നായിട്ട് അതിനെ പെർഫോം ചെയ്യാൻ പറ്റത്തില്ല, നന്നായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റത്തില്ല. അതേ സമയത്ത് ഏറ്റവും ഡിഫിക്കൽട്ട് കാര്യം നേരത്തെ ചെയ്ത് തീർത്താൽ ദാറ്റ് ഗീവ്സ് us മോട്ടിവേഷൻ. ബാക്കിയുള്ള എല്ലാം ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. എടാ മക്കളെ, ഇപ്പോൾ നമ്മൾ പഠനത്തെക്കുറിച്ചും പഠിക്കാനിരിക്കേണ്ട സമയത്തെക്കുറിച്ചും ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. കേൾക്കാൻ ഭയങ്കര രസമുണ്ടല്ലേ? ബട്ട് ഓഫ് കോഴ്സ് വെൻ ഇറ്റ് കം ടു റിയൽ ലൈഫ്, നമുക്കൊരു 4 hour അല്ലെങ്കിൽ 4.5 hour ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഇരിക്കുക എന്നുള്ളത് ഐ തിങ്ക് മിക്കവാറും ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ പഠിക്കാനിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് നിങ്ങളുടെ ടൈമിനെ കൺട്രോൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഞാൻ എൻ്റെ മുൻപത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ദാറ്റ്സ് നിങ്ങൾ ഫോക്കസ് സ്പ്രിൻറ്റുകൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് ഒരുപാട് തിയറീസ് ഉണ്ട്. പോമഡോറോ തിയറി എന്നൊക്കെ പറയുന്ന തിയറീസ് അവൈലബിൾ ആണ്. അതായത് കുറച്ച് സമയത്തേക്ക് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക. അത് കഴിഞ്ഞാൽ ടേക്ക് എ ബ്രേക്ക്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, പോമഡോറോ പറയുന്നത് 25 മിനിറ്റ് പഠിക്കുക, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, 24 പഠിക്കുക, 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ എൻട്രൻസിനൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾ വലിയ വലിയ തിയറീസൊക്കെ പഠിക്കും. അപ്പോൾ അതിന് നിങ്ങൾക്കൊരു 25 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ പലപ്പോഴും പഠിച്ച് തീർക്കാൻ പറ്റില്ല. സോ ഐ തിങ്ക് ഒരു 50 മിനിറ്റ് പഠിക്കുക, ഒരു 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ ഒരു 20 മിനിറ്റ് റെസ്റ്റ് എടുക്കുക. 50 പഠിക്കുക, 20 റെസ്റ്റ് എടുക്കുക, 50 പഠിക്കുക, 20 റെസ്റ്റ് എടുക്കുക. ഓക്കെ, ഇറ്റ്സ് ഫൈൻ. യു ആർ ടേക്കിംഗ് റെസ്റ്റ് ഫോർ 20 മിനിറ്റ്സ്. ഇറ്റ്സ് ഓക്കെ മാൻ. കാരണം നിങ്ങൾ ഈ 50 മിനിറ്റ്സ് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഒട്ടും ഫോക്കസ്ഡ് അല്ലാതെ ഒരു 4 hour ഇരുന്ന് പഠിക്കുന്നതിന് തുല്യമാണ് ഹൈലി ഫോക്കസ്ഡ് ആയി 50 മിനിറ്റ് പഠിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഇത്തരത്തിൽ ഫോക്കസ് സ്പ്രിൻറ്റുകൾ യൂസ് ചെയ്യുക. ആൻഡ് ഈ ഇൻ ബിറ്റ്വീൻ കിട്ടുന്ന ഹവേഴ്സ് യു ആർ സ്റ്റഡിങ് ഫോർ 50 മിനിറ്റ്സ്. ആൻഡ് അത് കഴിഞ്ഞൊരു 20 മിനിറ്റ് നിങ്ങൾക്കൊരു റെസ്റ്റ് വരാനുണ്ട്, നിങ്ങൾക്കൊരു ഫ്രീ ടൈം, ഒരു ലീഷർ ടൈം കിട്ടാനുണ്ട്. അപ്പോൾ ഈ ഒരു ലീഷർ ടൈമിൻ്റെ ഒരു ഓർമ്മ നിങ്ങളുടെ പഠനത്തെ കുറച്ചുകൂടെ ബൂസ്റ്റ് ചെയ്യും.
നിങ്ങളുടെ പഠനത്തെ കുറച്ചുകൂടെ ഫണ്ണി ആക്കും. നോക്കൂ, നമ്മൾ ഒരാഴ്ചത്തേക്കോ അല്ലെങ്കിൽ ഒരു മാസത്തേക്കോ ഉള്ള പ്ലാനല്ലേ പറയുന്നത്. മേ ബി എ കപ്പിൾ ഓഫ് മന്ത്സ്, നിങ്ങൾ 2, 3, 4 മാസം പിന്തുടരേണ്ട, അല്ലെങ്കിൽ പലപ്പോഴും 1, 2 വർഷം പിന്തുടരേണ്ട ഒരു ലോങ് പ്ലാനാണ്. സോ നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ, നിങ്ങളുടെ ടൈം മാനേജ്മെൻറ്റ് പ്ലാൻ അത്യാവശ്യം ഫണ്ണി ആയിരിക്കണം, രസകരമായിരിക്കണം, നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്. സോ ദ തിങ് ഈസ് യു ടേക്ക് റെസ്റ്റ് ഇൻ ബിറ്റ്വീൻ. ഇത്തരത്തിൽ ഫോക്കസ് സ്പ്രിൻറ്റുകൾ യൂസ് ചെയ്യാം. ആൻഡ് യു ആർ നോട്ട് റോബോട്ട്സ് അല്ലേ, നമ്മൾ റോബോട്ട്സ് അല്ല, വി ആർ നോട്ട് കമ്പ്യൂട്ടേഴ്സ്, വി ആർ ഹ്യൂമൻസ്. ഓക്കെ, ഹ്യൂമൻസ് വിത്ത് ഇമോഷൻസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായ ഇടവേളകൾ എടുത്ത് പഠിച്ചാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ഫോക്കസ് നിലനിർത്താൻ പറ്റും. ആൻഡ് ഓഫ് കോഴ്സ് ഇതിൻ്റെ കൂടെ പറയുന്ന കാര്യമാണ് ടേക്ക് ഹോളിഡേയ്സ്. ടേക്ക് ഹോളിഡേയ്സ്. ഞാൻ പറഞ്ഞു ആഴ്ചയിൽ 6 ദിവസത്തെയാണ് നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളൂ. 1 ഡേ യു ടേക്ക് കംപ്ലീറ്റ് ഹോളിഡേ മാൻ. ഓക്കെ, ആ ഒരു ദിവസം നിങ്ങൾക്ക് മാക്സിമം ആസ്വദിക്കാം, മാക്സിമം അടിച്ചു പൊളിക്കാം. സോ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു 6 ഡേ നിങ്ങൾ ഭയങ്കരമായിട്ട് വർക്ക് ചെയ്യുകയാണ്. ആ വർക്ക് ഒരു നെക്സ്റ്റ് ഡേ എനിക്കൊരു ഹോളിഡേ കിട്ടുകയാണല്ലോ എന്നുള്ള ഓർമ്മയിലേക്ക് നിങ്ങളെ കുറച്ചുകൂടെ എന്താ പറയുക, ഹാപ്പി ആയിട്ട് പഠിക്കാൻ വേണ്ടി സഹായിക്കും, കുറച്ചുകൂടെ നന്നായിട്ട് പഠിക്കാൻ വേണ്ടി സഹായിക്കും എന്നുള്ളതാണ്. അടുത്തതായി ഓൾവേസ് ഇവാലുവേറ്റ് യുവർ പ്ലാൻ. നിങ്ങളൊരാഴ്ചത്തേക്ക് ഇത്ര കാര്യങ്ങൾ പഠിച്ചു തീർക്കാനൊക്കെ ഗോൾ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ഗോൾ നിങ്ങൾ എത്രത്തോളം അച്ചീവ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ തയ്യാറാക്കിയ ടൈം ടേബിൾ എത്രത്തോളം ഫോളോ ചെയ്തിട്ടുണ്ട് എന്നതൊക്കെ ഓരോ ആഴ്ചയും നിങ്ങൾ കൃത്യമായിട്ട് വിലയിരുത്തുക. ഇത് 2 രീതിയിൽ നമ്മളെ സഹായിക്കും. ഒന്ന്, നമ്മുടെ ഗോള് അത്യാവശ്യം നന്നായിട്ട് തന്നെ നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്കൊരുപാട് മോട്ടിവേഷൻ കിട്ടും. കാരണം എന്താ, യെസ്, കഴിഞ്ഞൊരാഴ്ച ഞാൻ അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, സോ ഞാൻ ഭയങ്കര അടിപൊളിയാണെന്നുള്ളൊരു ഫീൽ കിട്ടും. അത് നമുക്കൊരു മോട്ടിവേഷൻ തരും. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. നമുക്കിതിനൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്നൊക്കെ പറയാം. അപ്പോൾ ആ രീതിയിൽ നമ്മളെ സഹായിക്കും. രണ്ടാമത്തത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പരിഹരിക്കാൻ പറ്റും അടുത്ത ആഴ്ച എന്നുള്ളതാണ്. ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളിങ്ങനൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനൊരു ടൈം പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ അച്ഛനോടോ അമ്മയോടോ അല്ലെങ്കിൽ ജ്യേഷ്ഠനോടോ ചേച്ചിമാരോടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ എന്താ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുമോ, നമ്മൾ ഇൻ കേസ് നമ്മുടെ ഗോളിനോട് സ്റ്റിക്ക് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവർ നമ്മൾ കളിയാക്കാൻ തുടങ്ങും. എടാ, നീ വലിയ പ്ലാനൊക്കെ ഉണ്ടാക്കിയതല്ലേ, എന്നിട്ടിപ്പോൾ നിൻ്റെ പ്ലാൻ എന്തായി എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ആ ഒരു ചോദ്യം പേടിച്ചിട്ടെങ്കിലും നമ്മൾ കുറേയൊക്കെ നന്നായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ ശ്രമിക്കും എന്നതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. ആൻഡ് ദ ഫൈനൽ തിങ്, ഏറ്റവും അവസാനത്തും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, എടാ, വി ആർ ഹ്യൂമൻസ്. നമുക്ക് എല്ലാ ദിവസവും ഒരുപോലെ പഠിക്കാനൊന്നും പറ്റില്ല. ഇന്നലെ പഠിച്ച അതേ സെറ്റപ്പായിട്ട് ഒരു പക്ഷേ ഇന്ന് പഠിക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. എല്ലാ ആഴ്ചയും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല. ചില ദിവസം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇമോഷണൽ ഡാമേജുകൾ സംഭവിക്കാം, അല്ലേ, യു നോ ദാറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വരുന്ന സമയത്ത് അതുണ്ടാവും. അപ്പോൾ ബി ഫ്ലെക്സിബിൾ. ഓക്കെ, നമ്മളെല്ലാ ദിവസവും ഇന്നത്തെ എൻ്റെ ടൈം ടേബിൾ തെറ്റി, അതുകൊണ്ട് ഞാൻ ഇനി റെഡി ആവില്ല, ഇത് അങ്ങനെ തോന്നേണ്ട കാര്യമില്ല. ചില ദിവസങ്ങളിൽ തെറ്റും, ചില ആഴ്ചകളിൽ ചിലപ്പോൾ തെറ്റും. ഇറ്റ്സ് ഓക്കെ, അതിനെ അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാം. ആൻഡ് ഇനി തെറ്റിയതൊക്കെ ഇനി ഞാൻ തെറ്റാതെ കുറച്ചുകൂടെ മുന്നോട്ട് പോകും. ആൻഡ് വീണ്ടും ഇടയിലൊക്കെ തെറ്റാം, ഇടയിലൊക്കെ മാറ്റങ്ങൾ വരാം. ഓക്കെ, ഫൈൻ. അപ്പോൾ ആ ഒരു ഗ്യാപ്പ് എടുത്തു, വീണ്ടും ഞാൻ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകും. ഇങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് ബി ഓൾവേസ് ഓൺ പോസിറ്റീവ് സൈഡ്. എടാ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേൾക്കാൻ ഭയങ്കര രസമുണ്ട്, നല്ല അടിപൊളി പ്ലാനാണല്ലേ. പക്ഷേ എനിക്കറിയാം ഇത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക എന്നുള്ളത് ശരിക്കും ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ആ ബുദ്ധിമുട്ട് സഹിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ഡിസിപ്ലിനോട് കൂടി ജീവിക്കാൻ നമ്മൾ തയ്യാറായാൽ മാത്രമേ നമുക്ക് സക്സസ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ സ്വപ്നങ്ങൾ, നമ്മുടെ ലക്ഷ്യങ്ങളെ അച്ചീവ് ചെയ്യാൻ പറ്റുകയുള്ളൂ. നോക്കൂ, ഡിസിപ്ലിൻ്റെ റിസൾട്ട് ഈസ് ഓൾവേസ് ഹാപ്പിനെസ് ആൻഡ് സക്സസ്. അതേ സമയത്ത് ഡിസിപ്ലിൻ ഇല്ലാതെ ചെറിയ ചെറിയ സുഖങ്ങളുടെ മാത്രം പുറത്ത് നമ്മൾ ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന റിഗ്രറ്റ് മാത്രമായിരിക്കും. അപ്പോൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉള്ള എഫേർട്ട് തന്നെയാണ് ഈ ഞാൻ പറഞ്ഞ പ്ലാനുകൾക്കൊക്കെ അപ്പുറത്ത് നിങ്ങൾ മാനസികമായി എടുക്കാൻ പോകുന്ന എഫേർട്ട്, നിങ്ങളുടെ സ്വപ്നങ്ങളെക്കുറിച്ച് നിരന്തരമായിട്ട് ആലോചിക്കുകയും അതിൽ നിന്ന് മോട്ടിവേറ്റഡ് ആവുകയും അതിലൂടെ നിങ്ങളുടെ ഈ പ്ലാനുകളൊക്കെ പ്രാവർത്തികമാക്കുകയും ചെയ്യുക എന്നതാണ് നമ്മുടെ സക്സസ്സിനുള്ള ഒരേ ഒരു വഴി എന്ന് പറയുന്നത്. ആൻഡ് ലുക്ക്, വൺ മോർ തിങ്, ഇതൊക്കെ ഒരു ബേസിക് ലെവൽ മാത്രമാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് അഡ്വാൻസ്ഡ് ലെവൽ എന്താണെന്നറിയോ? നിങ്ങൾക്ക് അടുത്ത വർഷം നീറ്റിൽ 1ാം റാങ്ക് വേണം, അല്ലെങ്കിൽ ഒരു സിംഗിൾ ഡിജിറ്റ്, ഏറ്റവും ഇനി ഒരു ഡബിൾ ഡിജിറ്റ് റാങ്ക് വേണം എന്നൊക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മുഴുവൻ സമയവും, സീരിയസ്ലി നമ്മൾ ഈ പറഞ്ഞ ടൈം ടേബിളിൻ്റെ ഈ കെട്ടുപാടുകളൊന്നും ഇല്ലാതെ നിങ്ങളുടെ മുഴുവൻ സമയവും നിങ്ങൾ പഠനത്തിലേക്ക്, നിങ്ങളുടെ വർക്കിലേക്ക് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ശരിക്കും ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന കാലത്ത് നിങ്ങളൊരു പക്ഷേ എൻ്റെ സ്റ്റോറി കേട്ടിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ ഒന്നുമില്ലാത്തൊരു പോയിൻ്റിൽ നിന്ന് പഠിച്ച് കയറി വന്ന ഒരാളാണ്. അപ്പോൾ എൻ്റെ റിപ്പീറ്റ് സമയത്ത് ഐ സ്റ്റിൽ റിമെമ്പർ
ഒരു സെക്കൻഡ് സമയം പോലും കളയാതെ ഞാൻ പഠിക്കുന്നതായിരുന്നു. സീരിയസ്ലി കുറച്ചൊക്കെ റിലാക്സ് ചെയ്തിട്ടുണ്ടാവും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ടെക്നിക്കുകളൊക്കെ യൂസ് ചെയ്ത് കുറച്ച് നേരം പഠിക്കുക, ഒരു ഇത്തിരി സമയം 5 മിനിറ്റ് റെസ്റ്റ് എടുക്കുക, അതൊക്കെ ചെയ്തിട്ടുണ്ടാകും. എങ്കിൽ പോലും മാക്സിമം മുഴുവൻ സമയം അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് ഈ ഒരു പ്ലാന് ചില സാഹചര്യങ്ങളിൽ നമുക്കൊരു എക്സാം എടുക്കുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ നമ്മളൊരു വലിയ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നമ്മുടെ ഗോള് കുറച്ചുകൂടെ വലിയ ഗോളാകുമ്പോഴൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്ന് ഇതുപോലെ നിങ്ങൾ കുറച്ചുകൂടെ സമയം പഠനത്തിന് കൊടുക്കേണ്ടി വന്നേക്കാം. അതർവൈസ് നിങ്ങൾക്കൊരു ബെറ്റർ റിസൾട്ട് എപ്പോഴും ലൈഫിൽ ഉണ്ടാക്കാൻ ഈ പ്ലാൻസൊക്കെ നിങ്ങളെ സഹായിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ തോട്ട്സൊക്കെ കമൻസ് ആയിട്ട് ഇടുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ് ഗൈസ്, ലവ് യു ഓൾ, ബൈ.